ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജർമ്മിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം ആണ് നാം ചിന്തിക്കുന്നത്. ഇന്ന് 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു 40 ദിവസത്തോളം ശിഷ്യന്മാരുമായി ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സമയം ചെലവഴിച്ചു. മുഴുവൻ സമയവും അവൻ അവരോടുകൂടി ആയിരുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല. കാരണം താൻ പ്രത്യക്ഷപ്പെട്ടു, പിന്നെ അപ്രത്യക്ഷനായി, വീണ്ടും പ്രത്യക്ഷനായി, അങ്ങനെ പല പ്രത്യക്ഷതകൾ ശിഷ്യന്മാർക്കുണ്ടായ. അങ്ങനെ 40 ദിവസം താൻ അവരോടുകൂടി ആയിരുന്നു. ആ സമയത്ത് അവർക്ക് വളരെ പ്രത്യേകമായ ഒരു ഉപദേശം യേശു നൽകി. അതാണ് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അതിതാണ്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, വേദപുസ്തകത്തിലുള്ള സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അഥവാ നറേറ്റീവ്സ്, അവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് നമ്മൾ അനുകരിക്കുവാനോ അതുപോലെ സംഭവിക്കണമെന്ന് വാശി പിടിക്കുവാനോ പാടില്ല. കാരണം ആ സംഭവങ്ങൾ ആ കോണ്ടെക്സ്റ്റിൽ നടന്നതാണ്. 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം കാണുന്നത് അത്തരത്തിലുള്ളൊരു കൽപ്പനയാണ്. യേശു അപ്പോസ്തലന്മാരോട് നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത് എന്ന് പറഞ്ഞു. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞതാണിത്. എന്നാൽ ഇത് താൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം യെരുശലേം വിട്ടു പോകരുത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം, യേശു അവർക്കൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ഇതായിരുന്നു, പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകും. ഇത് പിതാവിൻ്റെ വാഗ്ദത്തമാണ്, യേശു അവർക്ക് കൊടുത്തതാണ്. ഇതിനുവേണ്ടി എത്ര ദിവസം കാത്തിരിക്കണം എന്ന് യേശു അവരോട് പറഞ്ഞില്ല. പക്ഷേ അവരോട് പറഞ്ഞ് നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ വാഗ്ദത്തം അവർ വിശ്വസിക്കണമെന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്നൊരു ഉപദേശം സ്ഥാപിക്കാൻ സാധിക്കില്ല. കാരണം ഈ വാക്യം പറയുന്നത് യെരുശലേമിൽ അപ്പോസ്തലന്മാർ കാത്തിരിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്കിപ്പോൾ യെരുശലേമിൽ പോയി കാത്തിരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊരു പ്രത്യേക സംഭവത്തിന് വേണ്ടി യേശു അവരോട് കാത്തിരിക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് താൻ പറഞ്ഞു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇത് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ് ഉടനെ താൻ പറയുന്നത്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഈ സ്നാനം എന്ന വാക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകിയിട്ടുണ്ട്. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഒരു വസ്തു വെള്ളത്തിൽ മുഴുവനായി മുക്കുക എന്നാണ്. അതാണ് സ്നാനത്തിൻ്റെ അർത്ഥം. വെള്ളം കൊണ്ട് സ്നാനം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ അവരെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചല്ലോ. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും എന്നാണ് യേശു അവരോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവർ പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ ആയിത്തീരും. വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമുക്ക് ചുറ്റും വെള്ളം എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മുഴുവനായി പരിശുദ്ധാത്മാവിലായിത്തീരും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നി, ഈ പരിശുദ്ധാത്മാവ് വെള്ളം പോലെ എന്തോ ആണോ? പല ആളുകളുടെയും ധാരണ എങ്ങനെയാണ്? എന്നാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നതാണ്. ഇതൊരു വസ്തുവല്ല, ഇതൊരു ദ്രാവകമോ വാതകമോ ശക്തിയോ അല്ല, ഇതൊരു വ്യക്തിയാണ്.
പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇവരെ പരിശുദ്ധാത്മാവ് മുഴുവനായി പൊതിയുകയും അവർക്ക് അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നൽകുകയും ചെയ്യും. അമാനുഷികമായ കാര്യങ്ങളെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമാണ് എന്ന് ചിന്തിക്കരുത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില കാര്യങ്ങളും നമ്മെ കൊണ്ട് ചെയ്യിക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി ശിഷ്യന്മാർ കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്താണ് ശിഷ്യന്മാർ ഈ കാലത്താണോ രാജ്യം സ്ഥാപിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം അത് പിന്നീട് യേശു പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലും വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, എന്ന് വച്ചാൽ പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾക്കൊരു ശക്തിയുമില്ല. ഇത് വളരെ പ്രാഥമികമായ ഒരു ആത്മീക സത്യമാണ്. ഇത് മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തന്നെ നോക്കുക. ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ. എന്ന് വെച്ചാൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തത് പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ യേശു തൻ്റെ ശുശ്രൂഷ ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നമുക്ക് ശുശ്രൂഷ ചെയ്യാം എന്ന് നാം കരുതുന്നുവെങ്കിൽ അതെത്ര വലിയൊരു മൗഢ്യമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് അതൊരു പ്രത്യേക ഡിനോമിനേഷന് മാത്രമുള്ളതാണ്. അല്ല, എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വേണം ആത്മീയ ജീവിതം നയിക്കാൻ. ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വേണം തൻ്റെ ആത്മീയ വരങ്ങളെ ഉപയോഗിക്കുവാൻ. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തിയില്ല, നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നത് എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത് എന്നാണ്. അവിടെ ആ വൈരുദ്ധ്യം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശു അവരോട് പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെ സമയങ്ങളെ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. വളരെ വ്യക്തമായി യേശു പറഞ്ഞു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്പെക്കുലേഷൻ നടത്തേണ്ട, ആ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അറിയാൻ ശ്രമിക്കേണ്ട ആവശ്യവുമില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് ആത്മീയ കോളത്തിൽ പലർക്കും അറിയേണ്ടത് ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്നാണ്. പ്രത്യേകിച്ച് ഈ യുദ്ധവും മറ്റു പ്രശ്നങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഇസ്രായേലിന് എന്ത് സംഭവിക്കും, അത് നമുക്കൊരു വിഷയമേ അല്ല. യേശു പറഞ്ഞു, ആ കാര്യം നിങ്ങൾക്കറിയാനുള്ളതല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാവും, നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഉത്തരവാദിത്തം ചെയ്യും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇസ്രായേലിന് എന്ത് സംഭവിക്കും, ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. യേശു അതുപോലെ പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നാണ്. 8-ാം വാക്യം അത് വളരെ നല്ല ഒരു ഡിവിഷനാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെ വേണമെങ്കിൽ നമുക്ക് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിഭജിക്കാം. ആദ്യം യെരുശലേമിൽ സഭയുണ്ടാകുന്നു, യെരുശലേമിൽ അവർ സാക്ഷികളാകുന്നു, അത് 7-ാം അധ്യായം വരെ. പിന്നെ 8-ാം അധ്യായത്തിൽ ശമരിയിൽ സുവിശേഷം വ്യാപിക്കുന്നു, അപ്പോൾ ശമരിയിലുള്ള ആളുകൾ വിശ്വസിക്കുന്നു. പിന്നെ 13-ാം അധ്യായം മുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സുവിശേഷം വിശ്വസിക്കുന്നു. പൗലോസും ബർന്നബാസും മിഷണറികളായി പോകുന്ന കാര്യമാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ ഒരു ഡിവിഷനായിട്ട് വേണമെങ്കിൽ 8-ാം വാക്യത്തെ നമുക്ക് ചിന്തിക്കാം. ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ സാക്ഷികളാകണം. എന്താണ് സാക്ഷി? കണ്ട കാര്യം പറയുന്നയാളാണ് സാക്ഷി. കാണാത്ത കാര്യം പറയണ്ട, കാണാൻ പോകുന്ന കാര്യവും പറയണ്ട. അപ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചതിന് ശേഷം നാം ചെയ്യേണ്ടത് സാക്ഷികളാകുക എന്നാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തു ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുക. ദൈവം എന്നെ എങ്ങനെ വഴി നടത്തുന്നു മറ്റുള്ളവരോട് പറയുക.
ദൈവം എന്നെ എങ്ങനെ പാപത്തിൻ്റെ മേൽ വിജയമുള്ളവനായി ജീവിക്കുവാൻ സഹായിക്കുന്നു, അത് മറ്റുള്ളവരോട് പറയുക. അതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മിൽ ചെയ്യേണ്ടത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.